ബയോഷ്യന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കാണുന്നത് പോലെ തന്നെ ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. കുറച്ച് നാളുകൾക്ക് മുൻപേ നമ്മുടെ ചാനലിൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിമിലർ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫ്യൂഷനും ഓസ്മോസിസ് ഏകദേശം ഒരു 99% സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ടോപ്പിക്കാണ്. രണ്ടും വളരെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓസ്മോസിസിന്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്നും അന്നും ഇന്നും ഒക്കെ ആയിട്ട് നമ്മൾ പല വീഡിയോസിൽ പല രീതിയിൽ ഓസ്മോസിസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതിൽ കൂടുതലായിട്ട് വിപുലമായിട്ട് ഓസ്മോസിസിനെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാം. ഓസ്മോസിസ് എന്താ, എവിടെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, ടൈപ്സ്, ഫങ്ഷൻസ്, അങ്ങനെ 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 ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓസ്മോസിസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഒരു ചെറിയ ക്ലാസ്സുകൾ തൊട്ടിട്ട് ഐ തിങ്ക് നമ്മളുടെ ഒരു 6-7 ക്ലാസ്സുകൾ തൊട്ടിട്ട് നമ്മൾ ഈ ഓസ്മോസിസിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങുന്നുണ്ടായിരിക്കും. 9th ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് ഓസ്മോസിസ്. അപ്പോൾ ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മോർ ഓവർ നമ്മുടെ ചുറ്റുപാടും ഈ ഓസ്മോസിസിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള ഇൻഫ്ലുവൻസസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് ആരെങ്കിലും ഒക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് അറിവിലോ പരിചയത്തിലോ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ബയോളജി പഠിക്കുന്നവരോ ബയോളജി പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും വീഡിയോസ് ഒക്കെ ഒന്ന് അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈക്വലി നമ്മൾ രണ്ടാൾക്കും അത് ബെനിഫിഷ്യൽ ആയിരിക്കും. അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഓസ്മോസിസിനെ പറ്റിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഐ റീഡ് ദാറ്റ്. Osmosis is a process by which the molecules of a solvent pass from a solution of higher concentration to a solution of lower concentration through a semi-permeable membrane. ഇതിപ്പോ വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലെ? പക്ഷെ അതല്ല. നമ്മൾ ഈ പറഞ്ഞ വേർഡ്സിനെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ദിസ് ഇസ് വെരി സിമ്പിൾ. ബിക്കോസ് സോൾവെന്റ് എന്താ? വാട്ട് ഈസ് എ സോൾവെന്റ്? എന്താ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് സാധനങ്ങളാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒന്ന് സൊല്യൂട്ടും രണ്ടാമത്തത് സോൾവെന്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഷുഗറും അതുപോലെ തന്നെ വെള്ളവും. ഷുഗർ ആണ് നമ്മുടെ സൊല്യൂട്ട്, വെള്ളമാണ് നമ്മുടെ സോൾവെന്റ്. നമ്മൾ എന്തിനകത്താണോ ഈ സാധനത്തിനെ ലയിപ്പിക്കുന്നത്, എന്തിനകത്താണോ നമ്മൾ ഈ സാധനത്തിനെ ഡിസോൾവ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് എ സോൾവെന്റ്. എന്താണോ ഡിസോൾവ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് എ സൊല്യൂട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സോൾവെന്റ് എന്തായിരിക്കും? യൂഷ്വലി മോസ്റ്റ്ലി എല്ലാ സൊല്യൂഷൻസിലും സോൾവെന്റ് വിൽ ബി വാട്ടർ. ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, യൂണിവേഴ്സലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ന്യൂട്രൽ സോൾവെന്റ് ഓൾസോ. മോസ്റ്റ്ലി മെജോറിറ്റി ഓഫ് ദ സാധനങ്ങളും വെള്ളത്തിൽ ലയിക്കുന്ന ഒരു സംഗതി കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിന്റെ സോൾവെന്റിന്റെ മോളിക്യൂൾസ്, ദാറ്റ് മീൻസ് വെള്ളത്തിന്റെ മോളിക്യൂൾസ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റഡ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് കുറവ് കോൺസെൻട്രേറ്റഡ് ഉള്ള ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെ മൂവ് ചെയ്യുന്നത് ഒരു പാത്വേ കൂടെയാണ്. ആൻഡ് ദാറ്റ് പാത്വേ ഈസ് ആക്ച്വലി സെമി പെർമിയബിൾ മെംബ്രെയിൻ. കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് സെമി പെർമിയബിൾ മെംബ്രെയിൻ മുഖാന്തരം മൂവ് ചെയ്യുന്നതിനെ, ആര് മൂവ് ചെയ്യുന്നതിനെ? സോൾവെന്റിന്റെ മോളിക്യൂൾസ്, ദാറ്റ് മീൻസ് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിനെ we call it as osmosis. Osmosis is a passive process and happens without any expenditure of energy. ഇവിടെ എനർജിയുടെ ആയിട്ടുള്ള യാതൊരു ആവശ്യമില്ല. ആൻഡ് ഇതൊരു പാസീവ് പ്രോസസ് ആണ്. These molecules will be moving until all the solutions, both the solutions will be having equal quantities of the molecules. Okay, രണ്ടിടത്തും ഈക്വൽ ആകുന്നത് വരെയാണ് ഈ ഹൈ കോൺസെൻട്രേറ്റഡിൽ നിന്ന് ലോ കോൺസെൻട്രേറ്റഡിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. It involves the movement of molecules from a region of higher concentration to lower concentration until the concentrations become equal on the either sides of the membrane. നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് വശത്തും ഒരേ കോൺസെൻട്രേറ്റഡ് ആകുന്നത് വരെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. Any solvent can undergo the process of osmosis including gases and supercritical liquids. ഗ്യാസുകൾക്കോ സൂപ്പർ ക്രിട്ടിക്കൽ ലിക്വിഡ്സിനൊക്കെ ഈ പറഞ്ഞ ഓസ്മോസിസിന് വിധേയരാകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പലതരത്തിലുള്ള ഓസ്മോട്ടിക് സൊല്യൂഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ് ഉള്ളത്. ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഓരോന്നും എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം.
An isotonic solution is the one that has the same concentration of solutes both inside and outside the cell. ഇപ്പോൾ ഒരു സെല്ലുണ്ട്, ആ സെല്ലിന്റെ അകത്തും കുറച്ച് സൊല്യൂട്ട് ഉണ്ടായിരിക്കും, പുറത്തും കുറച്ച് സൊല്യൂട്ട് ഉണ്ടായിരിക്കും. സപ്പോസ് ഓക്കെ, ഇത് രണ്ടിന്റെയും ഈ സൊല്യൂട്ട്സ് രണ്ടിടത്തുള്ള അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള സൊല്യൂട്ട്സിന്റെ ക്വാണ്ടിറ്റി അഥവാ കോൺസെൻട്രേഷൻ ഈക്വൽ ആകുന്ന ഒരു അവസ്ഥേനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൊല്യൂഷനെയാണ് വി കോൾ ഇറ്റ് ആസ് ഐസോടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഈക്വൽ ആകുന്നത് വരെയാണ്, രണ്ടിടത്തുമുള്ള മോളിക്യൂൾസിന്റെ എമൗണ്ട് ഈക്വൽ ആകുന്നത് വരെയാണ് നമ്മളുടെ ഓസ്മോസിസ് നടക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ഓൾറെഡി ഈക്വൽ ആണ്, അപ്പൊ അതുകൊണ്ട് മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല, ദേ ആർ ഓൾറെഡി ഈക്വൽ. സോ അതുകൊണ്ട് തന്നെ സെല്ലിന് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഐസോടോണിക് സൊല്യൂഷൻ. Second one is hypertonic solution. Hypertonic solution is the one that has a higher solute concentration outside the cell than inside. എന്താ പറയുന്നത്? ഒരു സെല്ലുണ്ട്, അതിന്റെ അകത്തും സൊല്യൂട്ട് ഉണ്ട്, പുറത്തും സൊല്യൂട്ട് ഉണ്ട്. പക്ഷേ പുറത്താണ് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നുണ്ടാവുക, അകത്ത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ പുറത്തുള്ള സൊല്യൂട്ട് എല്ലാം കൂടെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും? സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴിയായിട്ട് സെല്ലിനകത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലേ? അത്തരത്തിലുള്ള ഒരു സൊല്യൂഷനെയാണ് വി കോൾ ഇറ്റ് ആസ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. നെക്സ്റ്റ് ഈസ് hypotonic solution. Hypotonic solution is one that has higher solute concentration inside the cell than outside. സെല്ലിന്റെ അകത്തായിരിക്കും സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കാണുക, സെല്ലിന്റെ പുറത്തുള്ള കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പൊ എന്താ പറ്റുക? സൊല്യൂട്ട് സെല്ലിന്റെ അകത്ത് നിന്ന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? പുറത്തേക്ക്. മനസ്സിലായോ? This is what we call as three different type of osmotic solutions. ആൻഡ് ഇതിന് പല എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കുമ്പോൾ ഉണക്കമുന്തിരി അഥവാ റൈസിൻസ് വീർക്കുന്നത്, അതുപോലെ നമ്മൾ മാങ്ങ ഉപ്പിലിടുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മാങ്ങ ചുളുങ്ങും, അല്ലെ? അതൊക്കെ ഈ പറഞ്ഞ ഓസ്മോട്ടിക് സൊല്യൂഷൻസിന്റെ ഹൈപ്പർ ആൻഡ് ഹൈപ്പോന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇഷ്ടമാതിരി ഉണ്ട്, ബട്ട് സ്റ്റിൽ ഐ ചൂസ് ദ വെരി കോമൺ വൺസ്. ഓക്കെ, നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഓസ്മോസിസ്. ഓസ്മോസിസ് രണ്ട് തരത്തിലാണ് ഉള്ളത്, എൻഡോസ്മോസിസും എക്സോസ്മോസിസും. രണ്ടും എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എൻഡോസ്മോസിസ് നോക്കാം ഏറ്റവും ആദ്യം. When a substance is placed in a hypotonic solution, the solvent molecules move inside the cell and the cell becomes turgid or undergoes deplasmolysis. This is known as endosmosis. എന്താ പറയുന്നത്? എന്തെങ്കിലും ഒരു സാധനത്തിനെ നമ്മൾ ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ വെച്ചു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ നേരത്തെ ടൈപ്സ് ഓഫ് ഐസോട്ടോണിക് ഓസ്മോട്ടിക് സൊല്യൂഷൻസ് പഠിച്ചപ്പം ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഹൈപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കൂടുതൽ എന്നർത്ഥം. അപ്പം സെല്ലിന്റെ പുറത്ത് കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഹൈപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ അകത്ത് കോൺസെൻട്രേഷൻ കൂടുതലാണ്, പുറത്ത് കുറവാണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക, എന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഹൈപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ, സെല്ലിന്റെ പുറത്ത് കോൺസെൻട്രേഷൻ കൂടുതൽ. ഹൈപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ്, സെല്ലിന്റെ പുറത്ത്, സെല്ലിന്റെ ഔട്ട് സൈഡിൽ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, എന്നിട്ട് ഓപ്പോസിറ്റ് എഴുതിയാൽ മതിയല്ലോ. ഓക്കെ, സോ ബാക്ക് ടു എൻഡോസ്മോസിസ്. നമ്മൾ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാൽ സോൾവെന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? നമ്മുടെ സെല്ലിന്റെ അകത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം സെല്ലെല്ലാം വളരെ ടേർജിഡ് ആയിട്ട് മാറുകയും ഡീപ്ലാസ്മോലൈസിസിന് വിധേയരാവുകയും ചെയ്യും. ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എൻഡോസ്മോസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എൻഡോസ്മോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എക്സോസ്മോസിസ്. When a substance is placed in a hypertonic solution, the solvent molecules move outside the cell and the cell becomes flaccid or undergoes plasmolysis. This is known as exosmosis. എക്സോസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു സാധനത്തിനെ നമ്മൾ ഒരു ഹൈപ്പർടോണിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ സോൾവെന്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് സെല്ലിന്റെ പുറത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെ? അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ സെല്ല് വളരെ ഫ്ലാസിഡ് ആവുകയും പ്ലാസ്മോലൈസിസിന് വിധേയമാവുകയും ചെയ്യും. ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് എക്സോസ്മോസിസ്. പ്ലാസ്മോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്മോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? What is plasmolysis? Have you ever heard of plasmolysis? എന്താ പ്ലാസ്മോലൈസിസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ 9ാം ക്ലാസ്സിൽ തൊട്ടിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ്
ഈ പ്ലാസ്മോലൈസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പ്ലാസ്മോലൈസിസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ പ്ലാന്റ് സെല്ലിന്റെ പ്രോട്ടോപ്ലാസം ചുരുങ്ങി പോകുന്ന ഒരവസ്ഥേനെയാണ് നമ്മൾ പ്ലാസ്മോലൈസിസ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം സെല്ലിന് വാട്ടറിന്റെ കുറവ് അനുഭവപ്പെടുമ്പോഴാണ്. അപ്പൊ ഈ മൊത്തത്തിലുള്ള ഒരു സെല്ല് ചുളുങ്ങി ഷ്രിങ്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഈ പ്ലാസ്മോലൈസിസിന് വിധേയമാകുന്നതാണ് എക്സോസ്മോസിസ് എന്ന് പറയുന്നത്. ഡീപ്ലാസ്മോലൈസിസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മോലൈസിസ് അവിടെ സംഭവിക്കുന്നില്ല. കാരണം വാട്ടർ അകത്തേക്ക് ഇങ്ങനെ കേറി വരല്ലേ. അപ്പൊ അവിടെ വെള്ളത്തിന്റെ കുറവ് കൊണ്ടിട്ട് ഒന്നും സംഭവിക്കില്ല. വെള്ളം കൂടുതലായത് കൊണ്ടിട്ട് സെല്ല് ഇങ്ങനെ വീർത്തു വരുന്ന ഒരു അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. Okay. Next is effect of osmosis on cells. Osmosis affects the cells differently. An animal cell will lyse when placed in a hypotonic solution compared to a plant cell. The plant cell has thick walls and requires more water, and the cells will not burst when it is placed in a hypotonic solution. In fact, a hypotonic solution is ideal for a plant cell. Osmosis എന്ന് പറയുന്നത് പല സെൽസിൽ പല ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ആനിമൽ സെല്ലിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഒരു ആനിമൽ സെല്ലിനെ നമ്മൾ ഒരു ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷനിലിട്ട് ലൈസസ് സംഭവിക്കും, പൊട്ടിപ്പോകും അത്. കമ്പയർഡ് ടു പ്ലാന്റ് സെല്ലിന് ഭയങ്കരമായിട്ടുള്ള തിക്ക് ആയിട്ടുള്ള വോളാണുള്ളത്. ആൻഡ് അതിന് ഭയങ്കര കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ ഇട്ടാലൊന്നും പ്ലാന്റ് സെല്ലിന് ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കത്തില്ല, ഏശത്തില്ല. അത് ബേസ്റ്റ് ചെയ്യാതെ ഇൻടാക്ട് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആനിമൽ സെല്ലിന് പറ്റത്തില്ല, പക്ഷെ പ്ലാന്റ് സെല്ലിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. The animal cell survives only in an isotonic solution. In an isotonic solution, the plant cell are no longer turgid and the leaves of the plant droop. എന്താ പറയുന്നത്? ആനിമൽ സെല്ലിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഐസോട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷന്റെ ആവശ്യകതയുണ്ട്. ഐസോട്ടോണിക് സൊല്യൂഷനിലാണ് പ്ലാന്റ് സെൽസിന് ടേർജിഡ് ആയിട്ട് വളരെ എന്താ പറയുക റിജിഡിറ്റിയോട് കൂടിയിട്ടൊന്നും ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അവരുടെ ലീവ്സ് എല്ലാം എന്ത് ചെയ്യും, താഴേക്ക് ഇങ്ങനെ വാടി ഇങ്ങനെ താഴേക്ക് ഡ്രൂപ്പ് ചെയ്യുന്നത് പോലെ ആയിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കുക. The osmotic flow can be stopped or reversed, also called as reverse osmosis, by exerting an external pressure to the sides of the solute. The minimum pressure required to stop the solvent transfer is called as osmotic pressure. നമ്മൾ പറഞ്ഞില്ലേ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവിനെ അല്ലെങ്കിൽ ആ മൂവ്മെന്റിനെ നമുക്ക് നിർത്താനോ അല്ലെങ്കിൽ തിരിച്ചുവിടാനോ, പോയിക്കൊണ്ടിരിക്കുന്നത് ഹയർ ടു ലോവർ അല്ലേ, നമുക്ക് വേണമെങ്കിൽ ലോവർ ടു ഹയറിലേക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ റിവേഴ്സ് ചെയ്യുന്നതിന് വി കോൾ ഇറ്റ് ആസ് റിവേഴ്സ് ഓസ്മോസിസ്. അത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൊല്യൂട്ട്സിലേക്ക് ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്താൽ മതി. അപ്പോൾ ഈ സൊല്യൂട്ട്സിലേക്ക് കൊടുക്കുന്ന പ്രഷർ മൂലം അവരുടെ ആ ഒരു ഫ്ലോയുടെ ഡയറക്ഷൻ തിരിയുകയോ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്തേക്കാം. അങ്ങനെ നമ്മൾക്ക് ഈ സൊല്യൂട്ടിൽ കുറച്ച് പ്രഷർ കൊടുക്കണം. ആ പ്രഷർ കൊടുത്തിട്ട് അവരുടെ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യുകയോ റിവേഴ്സ് ചെയ്യുകയോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഓസ്മോട്ടിക് പ്രഷർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. Osmotic pressure is the pressure required to stop water from diffusing through a membrane by osmosis. It is determined by the concentration of the solute. Water diffuses into the area of higher concentration from the area of lower concentration. When the concentration of the substances in two areas in contact is different, the substances will diffuse until the concentration is uniform throughout. നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി നമ്മളുടെ വാട്ടർ മോളിക്യൂൾസ് ഹയർ ടു ലോവർ പോകുന്നതിന്റെ ആ ഒരു മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏറ്റവും മിനിമം പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു പ്രഷറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ആണ്. ആ എത്രത്തോളം സൊല്യൂട്ട് ആ സൊല്യൂഷനിൽ ഉണ്ടെന്നുള്ളത് ഓസ്മോട്ടിക് പ്രഷറിനെ ഭയങ്കരമായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഇനി വാട്ടർ പൊതുവെ ഡിഫ്യൂസ് ചെയ്യുന്നത് ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ലോവർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ്. ഇനി എന്താ പറയുന്നത്, രണ്ട് സബ്സ്റ്റൻസസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ രണ്ട് ഏരിയാസ് അവർ വളരെ കോൺടാക്റ്റിൽ ഇരിക്കുന്നതാണ്, പക്ഷെ രണ്ട് ഏരിയാസും കോൺടാക്റ്റിൽ ഇരിക്കുന്നതാണ്, പക്ഷെ അവരുടെ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ ഈക്വൽ ആകുന്നത് വരെ സബ്സ്റ്റൻസസ് എന്ത് ചെയ്യും, ഹയർ ടു ലോവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. N is equal to MRT. N എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ആണ്, M എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ മോളാർ കോൺസെൻട്രേഷൻ ആണ്, R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റും T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. N is equal to MRT എന്ന് പറയുന്നതാണ് ആ ഒരു പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓസ്മോസിസിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. Osmosis influences the transport of nutrients and the release of metabolic waste product.
നമ്മുടെ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റിനെല്ലാം റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഓസ്മോസിസ് സഹായിക്കുന്നുണ്ട്. And it is responsible for the absorption of water from the soil and conducting it to the upper parts of the plant through xylem. സോയിലിൽ നിന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്യാനും പ്ലാന്റിന്റെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടേക്ക് സൈലം വഴി വെള്ളം എത്തിക്കാനും ഓസ്മോസിസ് സഹായിക്കുന്നുണ്ട്. It stabilizes the internal environment of a living organism by maintaining the balance between water and intercellular fluid levels. ഒരു ജീവനുള്ള വസ്തുവിന്റെ ഇന്റേണൽ എൻവയോൺമെന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഓസ്മോസിസിന് പങ്കുണ്ട്. എങ്ങനെയാണ്? വാട്ടറിന്റെയും ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡിന്റെ എല്ലാം ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ബാലൻസിൽ നിലനിർത്തിക്കൊണ്ടാണ് ഓസ്മോസിസ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ടർജിഡിറ്റി ഓഫ് ദ സെൽ. പറഞ്ഞതാണ് അല്ലെ, പ്ലാന്റ് സെല്ലിലൊക്കെ ടർജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഓസ്മോസിസ് ആണ്. And it is a process by which plants maintain the water content despite the constant water loss due to transpiration. ട്രാൻസ്പിറേഷനിലൂടെ ഒത്തിരി വെള്ളം നഷ്ടമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു വാട്ടറിന്റെ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഓസ്മോസിസ് ആണ്. ആൻഡ് ദിസ് പ്രോസസ് കൺട്രോൾസ് ദ സെൽ ടു സെൽ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ. ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് വാട്ടർ ഡിഫ്യൂസ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യാനും ഓസ്മോസിസ് തന്നെയാണ് അവിടെ ഉള്ളത്. ഓസ്മോസിസ് ഇൻഡ്യൂസസ് സെൽ ടർഗർ വിച്ച് റെഗുലേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ് പാർട്സ്. ഓസ്മോസിസ് എന്താണ് ചെയ്യുന്നത്? ഒരു സെൽ ടർഗർ ഉണ്ടാക്കും. അതുവഴിയായിട്ട് പ്ലാന്റ് ആൻഡ് പ്ലാന്റ് പാർട്സിന്റെ മൂവ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യാൻ ഓസ്മോസിസിനെ കൊണ്ട് സാധിക്കും. ഓസ്മോസിസ് ഓൾസോ കൺട്രോൾസ് ഡെഹിസൈൻസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സ്പൊറാഞ്ചിയ. സ്പൊറാഞ്ചിയം ഫ്രൂട്ട്സ് എല്ലാം ഡിഹൈസ് ചെയ്ത് വാടി ഉണങ്ങി വീഴുന്നതൊക്കെ കൺട്രോൾ ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? ഓസ്മോസിസ് സഹായിക്കുന്നുണ്ട്. ഹയർ ഓസ്മോട്ടിക് പ്രഷർ പ്രൊട്ടക്ട് ദ പ്ലാന്റ് അഗെയിൻസ്റ്റ് ഡ്രോട്ട് ഇഞ്ചറി. എന്താ പറയാ, ഇപ്പം ക്ഷാമം എല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ വരൾച്ച എല്ലാം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്നൊക്കെ പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്മോട്ടിക് പ്രഷർ, കൂടുതലായിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞത് കൂടാതെ നമുക്ക് കുറച്ചൊരു ഓസ്മോസിസിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാം. ഓസ്മോസിസ് ഹാസ് എ സിഗ്നിഫിക്കന്റ് റോൾ ടു പ്ലേ ഇൻ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഓൾസോ ഇൻ ഹ്യൂമൻസ്. ഇൻ an animal cell, osmosis helps in absorbing water from the intestines, the blood. എന്താ പറഞ്ഞിരിക്കുന്നത്? ആനിമൽ സെല്ലാണ് എന്നുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ, കുടലിൽ നിന്ന് വെള്ളത്തിനെ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഓസ്മോസിസ് ആണ്. വി നോ ദാറ്റ് നമ്മളുടെ ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ പൂർണ്ണമാകുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള വെള്ളം ഉണ്ടായിരിക്കും. അതിന് ബ്ലഡ് വഴി എടുത്ത് ബോഡിയുടെ പല പാർട്സിലേക്ക് സർക്കുലേറ്റ് ചെയ്യിക്കണ്ടേ? അപ്പോൾ ബ്ലഡിലേക്ക് അതിനെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഓസ്മോസിസ് ആണ്. The absorption of water from the soil is due to osmosis. The plant roots have a high concentration than the soil. Therefore, water flows into the roots. വെള്ളം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്നതും റൂട്ട്സിന്റെ സഹായത്തോടെ വലിച്ചെടുക്കുന്നതും ഓസ്മോസിസ് വഴിയാണ്. കാരണം റൂട്ട്സിലാണ് ഹയർ കോൺസെൻട്രേഷൻ ഇരിക്കുന്നത്. അപ്പം എന്താ പറ്റുക? വാട്ടർ എന്ന് പറയുന്നത് റൂട്ട്സിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി guard cells of the plants are also affected by osmosis. When plant cells are filled with water, the guard cells swell up and the stomata open. ഗാർഡ് സെൽസിനെയും ഓസ്മോസിസ് എഫക്ട് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിന് നിറയെ വെള്ളമായിരിക്കുന്ന സമയത്ത് പ്ലാന്റ് സെൽസ് വെള്ളം വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഗാർഡ് സെൽസ് വീർക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്റ്റൊമാറ്റ ഓപ്പൺ ആയി തുറന്ന് സ്റ്റൊമാറ്റിലെ ഓപ്പണിംഗ് ഒക്കെ വലുതാകാനുള്ള ഒരു സാധ്യതയുണ്ട്. If a fresh water or salt water fish is placed in the water with different salt concentrations, the fish dies due to the entry or exit of water in the cells of the fish. അപ്പം എന്താ പറയുന്നത്? സാധാരണ വെള്ളത്തിൽ കാണുന്നതോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കാണുന്ന ഒരു മീനിനെ പിടിച്ച് നമ്മൾ വെള്ളത്തിൽ ഇടുവാണ്. അപ്പം അതിന്റെ സോൾട്ട് കോൺസെൻട്രേഷനിൽ ഡിഫറെന്റ് ഉണ്ട്. ആ മീൻ ചത്തുപോകാനൊരു കാരണം എന്ന് പറയുന്നത് ആ ഫിഷിന്റെ സെല്ലിനകത്തേക്ക് വെള്ളം കടക്കുന്നതോ കടക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഒഴുകി പോകുന്നതോ ഒക്കെയാണ്. ഓക്കെ, അത് ഒരു ഓസ്മോസിസിന്റെ എക്സാമ്പിൾ ആണ്. Humans suffering from cholera are also affected by osmosis. Bacteria that overpopulate the intestines reverse the flow of absorption and do not allow water to be absorbed by the intestines, which results in dehydration. കോളറയൊക്കെ ഉള്ള മനുഷ്യന്മാർക്ക് അവരുടെ ഈ ഇൻഡസ്റ്റൈനിൽ നിറയെ ബാക്ടീരിയ ആയിരിക്കും. അപ്പോൾ ഈ ബാക്ടീരിയ എന്ത് ചെയ്യത്തില്ല? പ്രോപ്പർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കാനായിട്ട് സഹായിക്കത്തില്ല. അപ്പോൾ അതുവഴിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വെള്ളമൊന്നും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റാതെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ കോളറ ഉള്ളവർ എത്തിപ്പെടാറുണ്ട്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ബിക്കോസ് ഓഫ് ഓസ്മോസിസ്. When the fingers are placed in water for a longer period of time, they become pruned due to the flow of water inside the cells. എന്താ പറയുന്നത്? നമ്മൾ വെള്ളത്തിലെ സോപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോഴോ അലക്കുമ്പോഴോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഒത്തിരി നേരം വെള്ളത്തിൽ നമ്മുടെ കൈവിരൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചുളുങ്ങി പോകും അല്ലേ? അതിനുള്ള കാരണം ഈ പറഞ്ഞിട്ടുള്ള ഫ്ലോ ഓഫ് വാട്ടർ ആണ്, സെല്ലിനകത്തുള്ള ഫ്ലോ ഓഫ് വാട്ടർ ആണ്. ദാറ്റ് ഈസ് ഓൾസോ എഫക്റ്റഡ് ബൈ ഓസ്മോസിസ്. ഓക്കെ, ഇനി റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. സാധാരണ നടക്കുന്ന ഓസ്മോസിസിന് എതിരായിട്ടുള്ള ഒരു ഡയറക്ഷനിൽ നടക്കുന്നത് കൊണ്ട് നമ്മൾ വി കോൾ ഇറ്റ് ആസ് റിവേഴ്സ് ഓസ്മോസിസ്.
ഈ ഒരു ഓസ്മോസിസ് എന്ന് പറയുന്നത് നമ്മളുടെ വാട്ടറിൽ നിന്നിട്ടൊക്കെ കൃത്യമായിട്ട് കണ്ടാമിനൻസ് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കണ്ടാമിനേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കളയാനും പ്രഷർ കൊടുത്തിട്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴിയിട്ട് അതിനെ ട്രാപ്പ് ചെയ്ത് അരിച്ചൊക്കെ കളയാൻ വേണ്ടിയിട്ടൊക്കെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ഓസ്മോസിസ്. നിങ്ങൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ? എന്താണ് ഓസ്മോസിസ് എന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസ്മോസിസ് പഠിച്ചു, ഓസ്മോട്ടിക് സൊല്യൂഷൻ പഠിച്ചു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് പഠിച്ചു, അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു അല്ലേ? ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഓസ്മോസിസിനെ പറ്റിയിട്ടൊക്കെ ഒരു എസ്സേ ഒക്കെ 10-15 മാർക്കിൻ്റെ എസ്സേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് എഴുതാനായിട്ട് സാധിക്കും. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ സജഷനുകളോ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലാതെയുള്ള സജഷൻസോ മറ്റ് വീഡിയോസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐ ഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുവഴിയും നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇത്രയും നേരം കണ്ടതിനും കേട്ടതിനും കൂടെ ഇരുന്ന് പഠിച്ചതിനും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.